നമസ്കാരം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യമായി എടുക്കുന്ന വാക്സിനാണ് BCG വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഒരു മുൻകരുതലായാണ് ഈ വാക്സിൻ നമ്മൾ എടുക്കുന്നത്. ഇന്ന് ലോകമെമ്പാടും പടർന്നുകൊണ്ടിരിക്കുന്ന അസുഖങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ഷയരോഗം. ക്ഷയരോഗം എന്താണെന്നും ക്ഷയരോഗത്തിന്റെ ചികിത്സാ രീതികളെ പറ്റിയും നമ്മളോട് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ സിബിൻ ജോൺ തമ്പാനാണ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്താണ് ക്ഷയരോഗം? ക്ഷയരോഗം ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത്? ക്ഷയരോഗം ട്യൂബർക്ലോസിസ് മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ്. ഈ രോഗം ലങ്സിൽ മാത്രമല്ല, ജനങ്ങൾക്കെല്ലാം ലങ്സിൻ്റെ കാര്യം മാത്രമേ അറിയുന്നുള്ളൂ. ലങ്സിൽ മാത്രമല്ല, ബാക്കി എല്ലാ അവയവങ്ങളും ബാക്കി എല്ലാ ബോഡി പാർട്സിലാണ് ബാധിക്കപ്പെടാറുണ്ട്. യൂഷ്വലി ബാധിക്കപ്പെടാത്ത സ്ഥലങ്ങളാണ് നഖത്തിലും പല്ലിലും മുടിയിലും. ഇവിടെ അല്ലാതെ ബാക്കി എല്ലാ അവയവങ്ങളും ബാധിക്കപ്പെടാറുണ്ട്. സർ, അപ്പോൾ എന്തൊക്കെയാണ് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങൾ? ക്ഷയരോഗം അധികമായിട്ടും സാധാരണയായിട്ട് രീതിയിൽ ബാധിക്കപ്പെടുന്ന ലങ്സിലും ലിംഫ് നോഡ്സുമാണ്. ബാക്കി എല്ലാ എക്സ്ട്രാ പൾമണറി TBകളും ഉണ്ട്, പക്ഷെ അതിൽ അത്രയ്ക്കും കോമൺ അല്ല. അപ്പോൾ യൂഷ്വലി വരുന്ന പേഷ്യൻസ് ഈ പൾമണറി TB അല്ലെങ്കിൽ ലങ്സിലുള്ള TB അവർ വരുന്ന 2 ആഴ്ച കൂടുതൽ ശ്വാസം മുട്ടൽ, ചെറിയ രീതിയിൽ ശ്വാസം മുട്ടൽ, ചുമയുടെ കഫം വരുന്നു, കഫത്തിൽ ചെറിയ രീതിയിൽ രക്തം കാണുന്നു, രക്തത്തിൻ്റെ കറ കാണുന്നു. അതല്ലെങ്കിൽ പനി, വൈകുന്നേരം അധികമായിട്ടുള്ള അമിതമായിട്ടുള്ള പനി, ടയർഡ്നെസ്, ഫറ്റീഗ്, ക്ഷീണം, വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് കാരണമില്ലാത്ത കാരണത്താൽ നമ്മുടെ വെയിറ്റ് അങ്ങ് കുറയുന്നു, അതിൽ നമുക്ക് കഴിക്കാൻ പറ്റാതാകുന്നു. അതിൻ്റെ കൂടെ തന്നെ നെഞ്ചുവേദന ചെറിയ രീതിയിലൊക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ സാധാരണ കണ്ടുവരുന്നുള്ള രോഗലക്ഷണങ്ങളൊക്കെയാണ്. ഈ ലക്ഷണം കൊണ്ടൊക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് നമ്മുടെ എല്ലാ ഹെൽത്ത് സെക്ടേഴ്സിലും എടുത്തു വരുമ്പോൾ അവർ തന്നെ ഓക്കെ TB ആവാന്നുള്ള രീതിയിൽ സംശയിച്ച് അവർ തന്നെ GHലേക്കോ അല്ലെങ്കിൽ പൾമണോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ റെഫർ ചെയ്യുന്നുണ്ട്. ഈ ക്ഷയരോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഏതൊക്കെ കാറ്റഗറി പെടുന്ന ആളുകളിലാണ് ക്ഷയരോഗം ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്? ഏറ്റവും കോമൺ ആയിട്ട് ബാധിക്കപ്പെടുന്ന കാറ്റഗറി ഇപ്പം ഏറ്റവും റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും, ഡയറക്റ്റ് കോണ്ടാക്ട്സ് ഉള്ള ആൾക്കാരായിരിക്കും. എന്ന് വെച്ചാൽ സ്വന്തം വീട്ടുകാർക്ക് തന്നെ TB ഉണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത്. അതിലും ഏറ്റവും റിസ്ക് ഉള്ള ആൾക്കാരാണ് ഡയബറ്റീസ്, പ്രമേഹമുള്ള ആൾക്കാർക്ക്, ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ, ക്രോണിക് കിഡ്നി ഡിസീസോ ക്രോണിക് ലിവർ ഡിസീസ് ഉള്ള ആൾക്കാർക്ക്, എയ്ഡ്സ് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി കുറഞ്ഞുള്ള സ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ, ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടെങ്കിൽ, ഇമ്മ്യൂണോ കോംപ്രമൈസ് ആണെങ്കിൽ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കീമോതെറാപ്പികൾ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ആണെങ്കിൽ കീമോതെറാപ്പി ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ, റേഡിയോ തെറാപ്പി ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. സർ, എല്ലാ ക്ഷയരോഗവും പകരുന്നതാണോ? ക്ഷയരോഗം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ക്ഷയരോഗം ആക്ച്വലി പകരുന്നതാണോന്ന് ചോദിച്ചാൽ ഈ ലങ്സിലുള്ള TB മാത്രം പകരുന്നതാണ്. അത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ സെൽഫ് ഐസൊലേഷൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഐസൊലേഷൻ എന്ന് പറയും. മാസ്ക് ഒക്കെ ഇടുക, വെന്റിലേറ്റഡ് റൂംസിലൊക്കെ നിൽക്കുക, തന്നെ ഒരു റൂമിലങ്ങ് നിൽക്കുക, അധികം പിള്ളേരൊക്കെ അധികം അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ തന്നെ 10-15 മിനിറ്റിൽ കൂടുതൽ നിൽക്കാതിരിക്കുക, ഇടപെടാതിരിക്കുക. ആ രീതിയിൽ പൾമണറി TB മാത്രം, ലങ്സിലുള്ള TB മാത്രം പകരുന്നതാണ്. പക്ഷേ ബാക്കിയുള്ള അവയവങ്ങൾ എന്ന് വെച്ചാൽ ലിംഫ് നോഡ് TBകൾ അല്ലെങ്കിൽ അബ്ഡോമിനൽ TB, അതും അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഈവൻ ലങ്സിൻ്റെ പ്ലൂറ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. പ്ലൂറൽ TB ആണെങ്കിൽ അത്രയും പടരുന്നതല്ല. ഇവരൊക്കെ സപ്പോസ് ഇനി പടരുന്നു അല്ലെങ്കിൽ പേടിയുണ്ട്, അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റ് ഇങ്ങോട്ട് വന്നു, സാർ എൻ്റെ വീട്ടിലാർക്ക് TB ഉണ്ട്, എനിക്കും TB ഉണ്ടോ നോക്കണം എന്നുള്ളതാണെങ്കിൽ നമുക്ക് അവർക്കൊരു സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കാം. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വയ്ക്കുക. എന്ന് വെച്ചാൽ അവരുടെ സിംറ്റംസ്, മെയിൻ സിംറ്റംസ് എന്ന് പറയുമ്പോൾ ചുമ, 2 ആഴ്ച കൂടുതലുള്ള ചുമ, അല്ലെങ്കിൽ പനി, അമിതമായിട്ടുള്ള വൈകുന്നേരമുള്ള പനി, വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വിശപ്പില്ലായ്മ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും. ഇതൊക്കെ ഇല്ലെങ്കിൽ താനും നമ്മൾ എക്സ്റേ എടുപ്പിക്കുക. എക്സ്റേയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പാടോ പോലെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് നോക്കും. എന്നിട്ട് നമ്മൾ സ്പ്യൂട്ടം AFP എന്ന് പറഞ്ഞിട്ട് നമുക്ക് അബദ്ധത്തിലൂടെ ടെസ്റ്റിംഗ് ചെയ്യിപ്പിക്കും. ഇതെല്ലാം നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നിശേഷം പറയാം പേഷ്യൻ്റ് അങ്ങനെ ബാധിക്കപ്പെട്ടിട്ടില്ല. ഇതൊക്കെ മെയിൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റുകളാണ്. സർ, ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ ക്ഷയരോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമോ എന്നുള്ളത്. ക്ഷയരോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുമെന്നുള്ളതാണോ? എന്തൊക്കെയാണ് ക്ഷയരോഗത്തിന് നമ്മൾ എടുക്കേണ്ട ചികിത്സാ രീതികൾ? ക്ഷയരോഗം ആക്ച്വലി ഇറ്റ്സ് ഈസി ടു ട്രീറ്റ് ബട്ട് ഡിഫിക്കൽട്ട് ടു കംപ്ലൈൻ.
അത് ഭയങ്കര എളുപ്പമാണ് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ ചികിത്സിച്ചെടുത്താൽ എന്ന് വെച്ചാൽ നമ്മൾ തരുന്ന പദ്ധതി അല്ലെങ്കിൽ തരുന്ന മരുന്ന് അങ്ങ് നമ്മൾ പറയുന്ന പോലെ അങ്ങ് എടുക്കുവാണെങ്കിൽ അത് ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഫുള്ളായിട്ട് 100% ക്യൂർ ആയിട്ടുള്ള രീതിയിൽ അങ്ങ് നമുക്ക് വരുത്താം. പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണയായിട്ടുള്ള TB ഉണ്ട്, അസാധാരണമായിട്ടുള്ള TB ഉണ്ട്. അസാധാരണ ഉദ്ദേശിച്ച് നമ്മുടെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള TB. സാധാരണ അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള TB ആണെങ്കിൽ 6 മാസത്തെ മെഡിസിൻ എടുക്കണം. പക്ഷെ 6 മാസം ഡെയിലി എടുക്കണം. ഇപ്പോൾ ഈ 6 മാസം ഡെയിലി എടുക്കാന്ന് വെച്ചാൽ ഇച്ചിരി ചെറിയ കാര്യമൊന്നുമല്ല, എളുപ്പമായിട്ടൊന്നും അല്ല. ആ പേഷ്യൻസിനൊക്കെ ഇങ്ങനെ ഇച്ചിരി ഫോളോ അപ്പ് ചെയ്യണം, ഡെയിലി എടുത്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ബ്ലഡൊക്കെ നോക്കി ഫോളോ അപ്പ് ഒക്കെ ചെയ്തേ പറ്റുള്ളൂ. കാരണം കുറേ സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മെഡിസിൻസാണ്. എന്നിരുന്നാലും നമ്മുടെ റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ബെനിഫിറ്റ്സ് അതിലും കൂടുതലായിരിക്കും. നമ്മൾ സൈഡ് എഫക്ട്സ് വെച്ചുകൊണ്ടിരുന്ന ഈ TB അങ്ങ് അവിടെ നിൽക്കുകയും ചെയ്യും, അത് കുറച്ച് നാൾ കഴിഞ്ഞ് പടരുകയും ചെയ്യും, പിന്നെ നമുക്ക് ചികിത്സിച്ചെടുക്കാൻ പാടായിരിക്കും. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ 4 തരമുള്ള മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ആണ് ഈ TBയിലുള്ള മെയിനായിട്ട്. ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള TB ആണെങ്കിൽ അതിൽ റിഫാംപിസിൻ, ഐസോനിയാസിൻ, പൈറസിനമൈഡ്, എൻതൈംബ്യൂട്ടോൾ ഈ 4 ഡ്രഗും കൂടെ ഒന്നിച്ച് ഫിക്സ്ഡ് ഡോസ് കോമ്പിനേഷൻ ഉള്ള രീതിയിൽ ഒറ്റ ടാബ്ലറ്റ് ആക്കിയിട്ടുമുണ്ട്. അത് വെയിറ്റ് അനുസരിച്ച് ഈ ഒറ്റ ടാബ്ലറ്റ് ഒരു സിംഗിൾ ടാബ്ലറ്റ് ആണോ ഡബിൾ ടാബ്ലറ്റ് ആണോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം എന്നുള്ള കാര്യം വെയിറ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചാൻസസ് ഓഫ് സൈഡ് എഫക്ട്സ് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ എന്നിരുന്നാലും നമുക്ക് സൈഡ് എഫക്ട്സ് താണ്ടി അതൊക്കെ മാനേജ് ചെയ്തിട്ട് നമുക്കിത് എടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ എടുത്തു കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ 2 മാസം കഴിഞ്ഞിട്ട് യൂഷ്വലി ആദ്യത്തെ 2 മാസം ഒരു ഇൻറ്റൻസീവ് ഫേസിനായിരിക്കും. ഈ 2 മാസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു സ്പ്യൂട്ടം, ഇപ്പോൾ സപ്പോസ് പൾമണറി TB ആണെങ്കിൽ സ്പ്യൂട്ടം AFib വീണ്ടും വിടും, കഫത്തിൻ്റെ ടെസ്റ്റ് എന്തെങ്കിലും വിടും. ആ കഫത്തിൻ്റെ സിവിയറിറ്റി ഓഫ് ദ ബാസിലൈൻ, ആ TB ആ ഓർഗാനിസത്തിൻ്റെ ബാസിലൈൻ നമ്പർ കുറഞ്ഞു വരുവാണെങ്കിൽ എന്ന് വെച്ചാൽ അത് റെസ്പോൺസ് ചെയ്യുന്ന അർത്ഥം. അല്ലെങ്കിൽ നെഗറ്റീവ് ആയാലും അത് വളരെ നല്ലതാണ് എന്ന് വെച്ച് നമുക്ക് നിർത്താനും പാടില്ല. അത് കഴിഞ്ഞിട്ടുള്ള കണ്ടിന്യൂഷൻ ഫേസ് ഉള്ള 4 മാസം, ഇതൊക്കെ സെൻസിറ്റീവിൽ മാത്രം കാര്യമാണ്. 4 മാസം പിന്നെ നമ്മൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, കൂടുതൽ അതിനുശേഷം വരാതിരിക്കാനും വീണ്ടും റിലാപ്സ് ആയിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് റെജിമെൻ ഈ നമ്മുടെ നാഷണൽ TB ഇറാഡിക്കേഷൻ പ്രോഗ്രാമും RTCP ഒക്കെ അത് വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ അസാധാരണമായിട്ടുള്ള TB ആണെങ്കിൽ കൂടെ അത് ചിലപ്പോൾ നമ്മൾ വേറെ രീതിയിലുള്ള റെജിമെൻ ആയിരിക്കും. പക്ഷേ അത് കുറച്ചുകൂടെ നാളും കൂടെ എടുക്കുന്നുണ്ടെന്ന് മാത്രം. അത് 4-5 മാസം കഴിഞ്ഞ് ആ ഇൻറ്റൻസീവ് ഫേസ് എന്നുള്ള രീതിയിലായിരിക്കും. അത് ഫുള്ളായിട്ട് എടുത്ത ആ ഇൻറ്റൻസീവ് ഫേസ് കഴിയും. അതിനുശേഷം കണ്ടിന്യൂഷൻ ഫേസ് ആയിരിക്കും 8 തൊട്ട് 9 മാസമുള്ള എന്നുള്ള രീതിയിൽ. അതൊന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് റെസ്പോൺസ് ആയി എന്നുള്ള രീതിയിൽ അങ്ങ് വരുത്തി എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മരുന്ന് മാത്രമല്ല, മനുഷ്യന് വേണ്ടത് നമുക്ക് ആഹാരം കൂടെ വേണം, പോഷകാഹാരം, സ്പെഷ്യലി പ്രോട്ടീൻ, ഹൈ പ്രോട്ടീൻ റിച്ച്. എന്ന് വെച്ചാൽ TB ഉള്ള സമയത്ത് നമ്മുടെ മസിൽ മാസ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് തിരിച്ച് റീപ്ലേസ് ചെയ്യാനുള്ള പ്രോട്ടീൻ കണ്ടന്റ് വേണം. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രോട്ടീൻ റിച്ച് ഡയറ്റ് വേണം. ഡെയിലി 2-3 മുട്ടയുടെ വെള്ള, നല്ല കടല, നല്ല പ്രോട്ടീൻസുള്ള ഗ്രീൻ പീസ്, ഗ്രാം കറീസൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നോൺ വെജ്, നമ്മൾ വിശപ്പില്ലായ്മ കൊണ്ട് നമ്മൾ ചിലപ്പം കഴിക്കാൻ ഇച്ചിരി പുറകോട്ട് വരും. പക്ഷേ നമ്മളത് എടുത്തേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പ്രോട്ടീൻ കണ്ടന്റ് എങ്ങനെയെങ്കിലും ഒന്ന് റീപ്ലേസ് ചെയ്തേ പറ്റത്തുള്ളൂ. ക്ഷയരോഗ ചികിത്സ എവിടെയൊക്കെയാണ് ലഭിക്കുന്നത്? നമ്മുടെ ഗവൺമെന്റ് അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ക്ഷയരോഗ ചികിത്സ അല്ലെങ്കിൽ ATT, ആൻറ്റി ട്യൂബിക്കുലർ തെറാപ്പി, അത് ആക്ച്വലി നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ നാഷണൽ ട്യൂബർക്ലോസിസ് ഇറാഡിക്കേഷൻ പ്രോഗ്രാം NTEP, അത് മൂലമായിട്ടുള്ള ഡ്രഗ്സാണ് അവർ വരുത്തിക്കുന്നത്. അതുകൊണ്ട് അത് ഫ്രീ ഓഫ് ചാർജ് ആയിരിക്കും, പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ആകെ നമ്മൾ ചെയ്യേണ്ട ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംറ്റംസ് ഉള്ള പേഷ്യൻറ്റുകൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നു, നമ്മൾ ഡോക്ടേഴ്സ് തന്നെ അത് ഡയഗ്നോസ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ റെഫറൽ കൊടുക്കുന്നു. എവിടെയൊക്കെ റെഫറൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് സെൻറ്റേഴ്സ്, മോസ്റ്റ്ലി GH ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ GH ഒക്കെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ ആയിരിക്കും മെയിനായിട്ട് കിട്ടുക. അവിടെയൊക്കെ നമ്മൾ ഈ CVNAT അല്ലെങ്കിൽ സ്പ്യൂട്ടം AFib ഒക്കെ കൊടുത്തിട്ട് അത് പോസിറ്റീവ് എന്ന് കണ്ട് അവരെ വിളിപ്പിച്ച്, അല്ലെങ്കിൽ ഇതിനൊക്കെ TB ഓഫീസേഴ്സ് ഒക്കെ ഉണ്ട്, അവരൊക്കെ ഇങ്ങനെ വീട്ടിൽ വിളിപ്പിച്ചിട്ട് അവർ പറയും നിങ്ങൾക്ക് TB പോസിറ്റീവ് ആണ്, അതുകൊണ്ട് മെഡിസിൻ തുടങ്ങി വരാം, അതുകൊണ്ട് ഇന്ന സ്ഥലത്തോട്ട് പോകാം. ഇപ്പോൾ ഏത് സ്ഥലത്താണ്, ഇപ്പം നമ്മുടെ തൊടുപുഴയിലാണെങ്കിൽ GH-ലോട്ട് അവർ കാരിക്കോട് GH-ലോട്ടായിരിക്കും അവർ ആദ്യം വിടുക. അവിടെ നിന്ന് ആൾക്കാരെ വിളിപ്പിച്ചിട്ട് അവർ ബാക്കിയെല്ലാം നോക്കിയിട്ട് നമ്മൾ നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെ ഓക്കെ ആണെങ്കിൽ, ഐസൈറ്റൊക്കെ ഓക്കെ ആണെങ്കിൽ അവർ അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് തുടങ്ങും. ഗർഭാവസ്ഥയിൽ ക്ഷയരോഗത്തിന് മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആക്ച്വലി അത് നല്ലൊരു ക്വസ്റ്റ്യൻ. നമുക്ക് എല്ലാ പേഷ്യൻസും
വെതർ ഗർഭിണി ആണെങ്കിലും അല്ല എൽഡർ പീപ്പിൾ ആണെങ്കിലും അല്ലെങ്കിൽ പിള്ളേരാണെങ്കിലും എല്ലാവർക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ ഒരു കടമയാണ്. ഗർഭിണിക്ക് സ്പെഷ്യലി ഈ 4 ഡ്രഗും നേരത്തെ പറഞ്ഞ 4 ഡ്രഗും പ്രഗ്നൻസി സേഫാണ്. നമ്മൾ ലാക്ടേറ്റിംഗ് മദേഴ്സിനാണെങ്കിൽ മുലപ്പാൽ കൊടുക്കുന്ന സമയത്താണെങ്കിൽ ഒരു പ്രശ്നമൊന്നും കാണത്തില്ല, വളരെ സേഫാണ്. ഇപ്പോൾ സപ്പോസ് നമുക്ക് ഈ ലിവർ ഡിസീസും കിഡ്നി ഡിസീസും ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതനുസരിച്ച് വേറെ എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് ഡ്രഗ്സോ എന്തെങ്കിലും കൊടുക്കാവുന്നതാണ്. സെൻസിറ്റീവ് ടി വിക്ക് മാത്രമല്ല, മറ്റേ സാധാരണ അല്ലാത്ത രീതിയിലുള്ള ടി വിക്കാണെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള മെഡിസിൻ ഡോസ് അഡ്ജസ്റ്റ്മെൻറ്റും മെഡിക്കേഷൻ റീപ്ലേസ്മെൻറ്റും ഒക്കെ ചെയ്യാവുന്നതാണ്. സെയിം ഇപ്പം ഗർഭിണിക്ക് സ്പെഷ്യലി ഗർഭിണിക്ക് രീതിയിലാണെങ്കിൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടി വികളാണെങ്കിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള ഡ്രഗ്സ് മാത്രമേ കൊടുക്കാറുള്ളൂ. അതനുസരിച്ച് മാത്രമേ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാറേ ഉള്ളൂ. ക്ഷയരോഗം വരാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ആക്ച്വലി ഇന്ത്യ എന്നുള്ള സ്ഥലത്ത് നമ്മുടെ ന്യൂമോണിയയുടെ ക്രോസിൻ്റെ 2ാം തരത്തിലാണ് ഈ ട്യൂബർക്ലോസിസ് എന്ന് വരിക. അപ്പോൾ എല്ലാവരും അറ്റ് റിസ്ക് ആണ്. ഒരു എക്സ്പോഷർ ഫാക്ടർ എന്തായാലും കാണും. സ്പെഷ്യലി ഹെൽത്ത് സെക്ടേഴ്സിലുള്ള ഡോക്ടേഴ്സ് ആയാലും നേഴ്സ് ആയാലും അറ്റൻഡേഴ്സ് ആയാലും പാരാമെഡിക്കൽ ആയാലും അവരെല്ലാവർക്കും ഒരു റിസ്ക് ഫാക്ടേഴ്സ് വരുന്നതാണ്. അപ്പോൾ ടി വി വരാതിരിക്കുന്നല്ല, ടി വി എക്സ്പോഷർ ഉണ്ടാവും, പക്ഷെ അതെങ്ങനെ നമ്മൾ ഇൻഫെക്ഷനുള്ള രീതിയിൽ വരാതിരിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷനുള്ള സ്റ്റേജ് വരാതിരിക്കണം. എക്സ്പോഷർ വേറെ, ഇൻഫെക്ഷൻ വേറെ. സോ അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഡയറ്റ് നമ്മൾ നന്നായിട്ടുള്ള രീതിയിലുള്ള ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിലായിരിക്കണം. മാക്സിമം നമ്മൾ ഈ ടി വി വാർഡിലൊക്കെ പോവുകയാണെങ്കിൽ മാസ്ക് ഇട്ട് ധരിച്ചിരിക്കണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. അതിനനുസരിച്ച് പുകവലി, മദ്യപാനമൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. അധികം ഷുഗറി ഐറ്റംസൊക്കെ അതും നമ്മുടെ ഇമ്മ്യൂണോ സപ്രഷനൊക്കെ ചെറിയ രീതിയിലൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ടി വിയുടെ ലക്ഷണമൊക്കെ ഒരു ആളിലുണ്ടോ ഇല്ലയോ നമ്മൾ നോക്കിയിരിക്കുക. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ കാലത്തും തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുക, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കൺസൾട്ടേഷൻ മേടിക്കുക, നേരത്തെ കാലത്തിന് ഡയഗ്നോസ് ചെയ്യിപ്പിക്കുക, വളരെ നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റും ലഭിക്കുക. അതനുസരിച്ച് ബാക്കി ടി വി മൂലമുള്ള ബാക്കി കോംപ്ലിക്കേഷനൊക്കെ ഒഴിവാക്കുക. ആൻഡ് മാക്സിമം ടി വി വരുത്താതിരിക്കാനും നോക്കുക. ഓക്കെ. നമ്മോടൊപ്പം തന്റെ വിലപ്പെട്ട സമയം ചെലവഴിച്ച് ക്ഷയരോഗത്തിനെ പറ്റിയും ക്ഷയരോഗം ചികിത്സാ രീതികളെ പറ്റിയും നമുക്കുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു തന്ന സാറിന് നന്ദി.